അവസാനം അനിശ്ചിതത്വം നീങ്ങി. കെ മുരളീധരൻ പാലക്കാട്ടേക്ക് വണ്ടി കയറി. വട്ടിയൂർക്കാവ് നിയമം ഒഴിവാക്കിയാണ് അദ്ദേഹം പാലക്കാട്ടേക്ക് വണ്ടി കയറുന്നത്. മുരളീധരൻ വരുമ്പോൾ അതൊരു വരവ് തന്നെയാണ്, വിജയം ഉറപ്പാണ് എന്നൊക്കെ പറയാമെങ്കിലും ചില അടിയൊഴുക്കുകൾ കാണാതിരിക്കാനാവില്ല. മുരളീധരന് പ്രധാന പാര കോൺഗ്രസിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത നേതാവാണ് കെ മുരളീധരൻ. രാഹുലിൻ്റെ പെൺവിഷയത്തിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടത് മുരളീധരനായിരുന്നു. അതുകൊണ്ട് തന്നെ മുരളീധരനോട് രാഹുൽ പക്ഷത്തിന് കടുത്ത എതിർപ്പുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ആരാധകരായി കുറച്ചുപേരൊക്കെ കോൺഗ്രസിലുണ്ട്. അവർ രഹസ്യമായി മുരളീധരന് പാര പണിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തുടക്കത്തിൽ രാഹുൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് വലിയ ഒരു ഊഹാപോഹമുണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ ആയിട്ടും കുറേയേറെ അണികൾ അവിടെ അദ്ദേഹത്തിന് പിന്നിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ വോട്ട് എങ്ങോട്ട് തിരിയുമെന്നത് ഇപ്പോൾ പറയാനാവില്ല. അത് നിർണായകമാണ്. അടുത്ത വെല്ലുവിളി വരാനിരിക്കുന്നത് CPM നിന്നാണ്. അവിടെ മുരളീധരനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ തീ പാറുന്ന ത്രികോണ മത്സരം നടക്കും. ശരിക്കും പറഞ്ഞാൽ ഇടതിനും നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ 2016 മുതൽ അവർ അവിടെ 3-ാം സ്ഥാനത്താണ്. അത് മാറി 2-ാം സ്ഥാനത്തേക്കെങ്കിലും എത്താനുള്ള ശ്രമം അവർ നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് സഹായം നൽകി പാലക്കാട് ഇടതിന് തിരിച്ചുകുത്തുന്ന ഒരു ഫോർമുല നടപ്പിലായാൽ 2 1-ാം സ്ഥാനത്ത് തന്നെ എത്താൻ അവർക്ക് കഴിയും. കാരണം BJP ഇപ്പോൾ പാലക്കാടല്ല, പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് നേമവും വട്ടിയൂർക്കാവും മഞ്ചേശ്വരവും കാസർഗോഡുമാണ്. അങ്ങനെ 4 മണ്ഡലങ്ങളിൽ വിജയിച്ച് ഇത്തവണ ശക്തി തെളിയിക്കുക എന്നതാണ് ലക്ഷ്യം. അതിന് വേണമെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാണ്, ആരെ കൂട്ടുപിടിക്കാനും തയ്യാറാണ്. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു വരുന്നതിൽ BJPയിൽ തന്നെ പല സംസ്ഥാന നേതാക്കൾക്കും താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് 4 മണ്ഡലങ്ങൾക്ക് വേണ്ടി ശോഭയെ പാലക്കാട്ട് ബലി കൊടുക്കുന്നതിൽ അവർക്ക് വലിയ മനസ്താപമൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല. പക്ഷേ ശോഭ അതിന് വഴങ്ങില്ലെന്ന കാര്യം ഉറപ്പാണ്. എന്ന് മാത്രമല്ല ആ ഒരു ഫോർമുല നടപ്പിലായാൽ BJPയിൽ തന്നെ ഒരു പൊട്ടിത്തെറിയും ഉറപ്പാണ്. അതുകൊണ്ട് അക്കാര്യം നടക്കാൻ സാധ്യത കുറവാണ്. മറ്റൊരു അപകടം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. BJP അവിടെ ശക്തമാണ്. അവിടെ 2-ാം അംഗത്തിനാണ് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത്. 1-ാം അംഗത്തിൽ ഷാഫി പറമ്പിലിനോട് 17,483 വോട്ടിന് തോറ്റ ശോഭയല്ല 2-ാം അംഗത്തിലെത്തുന്ന ശോഭ. അവർ 18 അടവുകളും പയറ്റിത്തെളിഞ്ഞാണ് വീണ്ടും പാലക്കാട്ടെത്തുന്നത്. അവർ മുരളീധരന് കടുത്ത വെല്ലുവിളിയാകൂ എന്ന കാര്യം ഉറപ്പാണ്. കാരണം വോട്ട് മറിക്കാനുള്ളൊരു പ്രത്യേക മിടുക്ക് അവർക്കുണ്ട്. ഇതിനേക്കാളൊക്കെ പ്രധാനം ഇടതുപക്ഷം ഇതുവരെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ്. രാഹുലിൻ്റെയും ഷാഫിയുടെയും യുവത്വത്തിൻ്റെ ഓജസ്സാണ് അവിടെ വർക്കൗട്ടായത്. രാമലക്ഷ്മണന്മാർ പോലെ രാഹുലിനൊപ്പം ഷാഫിയും കട്ടയ്ക്ക് നിന്നതാണ് രാഹുലിനെ വൻ വിജയത്തിലേക്ക് നയിച്ചത്. അതാണ് പാലക്കാട്ടെ രാഹുൽ ഇഫക്റ്റും. ആ ഒരു മെറിറ്റ് മുരളീധരനില്ല എന്ന് മാത്രമല്ല, രാഹുലിന് വേണ്ടി വിയർപ്പൊഴുക്കിയ പോലെ ഷാഫി 24 മണിക്കൂറും മുരളിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുമെന്ന് പറയാനാവില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് വലിയ പ്രതീക്ഷയൊന്നും നൽകുന്നില്ല എന്നോർക്കണം. പാലക്കാട് നഗരസഭയും പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളുമാണ് പാലക്കാട് മണ്ഡലത്തിൽ പെടുന്നത്. ഇതിൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് മുൻതൂക്കമുണ്ട്. എന്നാൽ പിരായിരിയിലും കണ്ണാടിയിലും ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം. മാത്തൂരിൽ LDFും UDFും ഒപ്പത്തിന് ഒപ്പമാണ്. അങ്ങനെ നോക്കുമ്പോൾ UDFന് ഒരു പ്രതീക്ഷയുമില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കിട്ടിയ മുഴുവൻ വോട്ടുകൾ കൂട്ടുമ്പോൾ UDFനാണ് പ്രതീക്ഷയുള്ളത്. അവിടെ 49,741 വോട്ടുകൾ നേടി UDF മുന്നിലാണ്. 43,802 വോട്ടുകൾ നേടിയ LDF ആണ് 2-ാം സ്ഥാനത്ത്. 37,792 വോട്ടുകളുള്ള BJP ബഹുദൂരം പുറകിലുമാണ്. ആ കണക്കിൽ രാഹുൽ പക്ഷം പാര പണിഞ്ഞില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനല്ല മറ്റാര് വന്നാലും മുരളീധരന് വിജയസാധ്യതയുണ്ട്. മുരളീധരനോട് വ്യക്തിപരമായി വലിയ ഇഷ്ടമുള്ള ആളല്ല ഞാൻ. അഹങ്കാരിയായൊരു നേതാവാണ് അദ്ദേഹം. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ തിരിച്ചടികളൊന്നും നേരിട്ടില്ലെങ്കിൽ അവിടെ മുരളീധരൻ തന്നെ വിജയിച്ച് കയറാനാണ് സാധ്യത.